ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റാണ് കേട്ടോ. അപ്പം ബ്രേക്ക് ചെയ്യൂ. യെസ്, ബ്രേക്ക് ചവിട്ടി. ബ്രേക്കിനോടൊപ്പം എന്ത് ചവിട്ടണം? ക്ലച്ച്. ചവിട്ടുന്ന ക്ലച്ച് പെടൽ എവിടെ പോയി തട്ടണം? താഴെ പ്ലാറ്റ്ഫോം. ഓക്കെ. അപ്പം ഇനി ബ്രേക്കിൽ നിന്ന് കാല് വിട്ട് കാല് ആക്സിലേറ്ററിൽ വയ്ക്കും. യെസ്. ആക്സിലേറ്റർ എത്ര കൊടുക്കണം? 1 mm അല്ലെങ്കിൽ 2 mm. അപ്പം നമുക്കതിൻ്റെ റീഡിങ് കാണാൻ പറ്റും. അപ്പം 2ൽ നമ്മൾ ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വെച്ചേക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി ക്ലച്ച് പയ്യെ റിലീസ് ചെയ്യണം. അപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ മൂവിങ് പൊസിഷന് തൊട്ട് മുമ്പ് വണ്ടിയിൽ എന്തുണ്ടാവും? വണ്ടിയിൽ വൈബ്രേഷൻ അനുഭവപ്പെടും. ഓക്കെ, ക്ലച്ച് പയ്യെ റിലീസ് ആവട്ടെ. സാവധാനം ഒരു പോയിൻ്റ് ആവും പറയണേ. 1 ആയി. ഓക്കെ, 2 ആയി. ഇപ്പോഴാണ് വണ്ടിയിൽ വൈബ്രേഷൻ വന്നത് എന്ന് പറഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ്. ശരി, ഇനി 3 3. അപ്പോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പിക നമ്പറാണ്. വണ്ടി അനങ്ങി തുടങ്ങി എന്നർത്ഥം. ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ് വണ്ടിയുടെ സ്പീഡ് കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പോയിൻ്റ് ചവിട്ടണം അല്ലേ. ഇപ്പോൾ 2.9 ആയി അല്ലേ. സ്പീഡ് കുറയുന്നു. അപ്പോൾ ഏതുവരെ ഉയരണം? 3. സ്പീഡ് കൂടുന്നു 2.9. സ്പീഡ് കുറയുന്നു 3. കണ്ടോ, ഇങ്ങനെ 2.93 2.93 ഇങ്ങനെ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യണം. ഇവിടെ എന്തൊരുപോലെ വയ്ക്കണം? ആക്സിലറേറ്റർ ഒരുപോലെ ഇരിക്കണം. അപ്പോൾ ഈ ഒരു മൂവിങ് പൊസിഷനിൽ ആക്സിലറേറ്റർ കുറഞ്ഞു പോയാൽ എൻജിൻ ഓഫ് ആവും. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി ഒറ്റ ബ്രേക്ക്. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്നത് സഡനാണ്, ഒറ്റ ചവിട്ട്. ക്ലച്ച് ചവിട്ടും ഉടനെ കാല് ബ്രേക്കിൽ വരും. വീണ്ടും ഒരിക്കൽ കൂടെ ഇതേ രീതി അപ്ലൈ ചെയ്യും. ആക്സിലേറ്റർ 1ലോ 2ലോ ക്രമപ്പെടുത്തി വയ്ക്കുന്നു. ക്ലച്ച് പയ്യെ റിലീസാവുന്നു. റിലീസാവട്ടെ 3 വരെ വരട്ട്. കുറച്ചുകൂടെ വേഗതയിൽ വരട്ട്. 3-ലെത്തിയോ? 3 എത്തി എന്ന് പറഞ്ഞാൽ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. ഈ മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് ചവിട്ടണം. മനസ്സിലായോ? ഇങ്ങനെ ക്ലച്ചിനെ ഒരു പോയിൻ്റ് ചവിട്ടി, അതായത് 3ൽ നിന്ന് ഒരു പോയിൻ്റ് ചവിട്ടി 3ൽ നിന്ന് 2.9 വരെ താഴ്ത്തുകയും വീണ്ടും 3 വരെ ഉയർന്നതിന് നമ്മൾ പറയുന്ന വരെ ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവൽ എന്നാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി എടുക്കുമ്പോഴും ഇങ്ങനെ ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവലിൽ നിർത്തി വേണം വണ്ടി എടുക്കേണ്ടത്. നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയകളിൽ വണ്ടി ഓടിക്കുന്നതെല്ലാം ക്ലച്ചിൻ്റെ ഈ ഒരു ഫസ്റ്റ് ലെവലിൽ നിർത്തിയാണ്. ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ 2ലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഓഫ് റോഡാണെന്ന് വിചാരിച്ചു, ഒരു കല്ലും കുഴിയൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഒരു 3ലോട്ടോ 4ലോട്ടോ കൊണ്ടുവന്നോ. അപ്പോൾ ഈ ആക്സിലേറ്റർ ഇങ്ങനെ ഇരച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കല്പിച്ചോണം. അപ്പോൾ ഇങ്ങനെ ആക്സിലേറ്റർ 4ൽ കൊടുത്ത് വച്ച് വേണം ഏത് കൺട്രോൾ ചെയ്യേണ്ടത്? ക്ലച്ചിനെ എവിടെ നിർത്തേണ്ടത്? 3ൽ കൊണ്ടുവയ്ക്കൂ. ഇവിടെ ഇങ്ങനെ ആക്സിലേറ്റർ ഉണ്ടെങ്കിൽ വണ്ടി ആ കുഴി കയറി വരുള്ളൂ. ഒരു പക്ഷേ വണ്ടി കുഴി കയറി വരാൻ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ വീണ്ടും എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ വണ്ടി ഓടിക്കുന്നൊരു കുട്ടിക്ക് എൻജിൻ ഓഫാകാൻ പോകുന്നു എന്ന തോന്നലുള്ള കുട്ടിക്ക് മാത്രമേ ഏത് കൂട്ടാൻ തോന്നുള്ളൂ? ആക്സിലറേറ്റർ. ഇവിടെ കിട്ടിയ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്ലച്ചിനെ ചവിട്ടണം. ചവിട്ടിയിട്ട് ഏത് കൺട്രോൾ ചെയ്യണം? ആക്സിലേറ്റർ വീണ്ടും 2ലോട്ട് കൊണ്ടുവരൂ. യെസ്, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യൂ. സ്റ്റോപ്പ്. വെരി ഗുഡ്. പോവാന്ന് പറയുമ്പോൾ വീണ്ടും കാലം ഇവിടെ വരണം. ആക്സിലേറ്റർ ക്ലച്ച് റിലീസ് ആവണം. അപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ ഇനി സാവധാനത്തിൽ എടുക്കേണ്ട. നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. അതുവരെ ഏകദേശം വേഗതയിൽ ക്ലച്ചിനെ കൊണ്ടുവരാം. പക്ഷേ ഏത് ഉയർന്നു പോകരുത്? 3ൽ നിന്ന് ഉയർന്നു പോകരുത്. സ്പീഡ് കൂടുന്നു, അപ്പോൾ ഒരു പോയിൻ്റ് ചവിട്ടണം. സ്പീഡ് കുറയുന്നു, ഒരു പോയിൻ്റ് ഉയർത്തണം. ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുന്നു, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യണം. ക്ലച്ച് ചവിട്ടി ബ്രേക്ക്, സ്റ്റോപ്പ്. കറക്റ്റ്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടണം, ബ്രേക്ക്. ഒരിക്കൽ കൂടെ കാര് ആക്സിലേറ്ററിൽ വെച്ചു, 2ൽ ക്രമപ്പെടുത്തി വെച്ചു. ക്ലച്ച് റിലീസാവുന്ന ക്ലച്ച് 3ൽ കൊണ്ട് നിർത്തി. കറക്റ്റ്. വണ്ടി അനങ്ങി തുടങ്ങുമ്പോൾ ഒരു പോയിൻ്റ് ചവിട്ടിയോ? മതി. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, സ്റ്റോപ്പ്. വെരി ഗുഡ്. അപ്പോൾ ഇത് വേഗതയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ലെവലിൽ ഉയരുന്നത്. ഓക്കെ, വെരി ഗുഡ്. സൂപ്പറായി ചെയ്തു കേട്ടോ.